الصحابة أجمعين. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد. صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. وصدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم ونحن ولا ما قال ربنا من الشاهدين الشاكرين والحمد لله رب العالمين. من يعش منكم بعدي فسيرى اختلافا كثيرا فعليكم بسنتي وسنة الخلفاء الراشدين المهديين تمسكوا بها وعضوا عليها بالنواجذ. وصدق رسوله الكريم الأمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. സർവാദരണീയരായ ഉസ്താദ് അവറുകൾ, മറ്റ് ഉസ്താദുമാർ, പണ്ഡിതർ, പണ്ഡിത വിദ്യാർത്ഥികൾ, ശബ്ദം ശ്രവിക്കുന്ന സത്യവിശ്വാസികളായ സഹോദരീ സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്ന സദുദ്ദേശത്തോടെയുള്ള നമ്മുടെ ഈ സംഗമവും സംഗമത്തിന് നിമിത്തമായ ദാറുൽ മആരിഫ് സ്ഥാപനവും അല്ലാഹു സുബ്ഹാനഹു വ തആല ആഖിറത്തിൽ ആസ്വദിക്കാൻ പറ്റുന്ന നല്ല അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. നന്മയ്ക്ക് വേണ്ടി നമ്മോട് സഹകരിച്ച് പഠനരംഗത്തും ആദർശരംഗത്തും പ്രവർത്തന രംഗത്തുമൊക്കെ മാതൃകകൾ സമ്പാദിച്ച് മാതൃകകൾ നമുക്ക് സമ്മാനിച്ച് അള്ളാഹുവിന്റെ വിധിക്ക് കീഴ്പ്പെട്ട് മൺമറഞ്ഞുപോയ നമ്മുടെ ഉസ്താദുമാർ, മുൻകാല പണ്ഡിതർ, പ്രവർത്തകർ, നേതാക്കൾ, സഹകാരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബർസഖ് ജീവിതം സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. സന്തോഷത്തോടുകൂടെ ആദർശവുമായി ബന്ധപ്പെട്ട് ഭൗതിക ലോകത്ത് സഹകരിച്ച് ഒരുമിച്ച് കൂടിയ മുഴുവൻ ആളുകൾക്കുമൊപ്പം കുടുംബത്തോടെ ഒരു ശിഷ്യബന്ധത്തോടെ നാളെ സ്വർഗ്ഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന വിഷയമാണ് ചർച്ച ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. കർക്കിടക മാസത്തിന്റെ ആദ്യമായതുകൊണ്ട് അതിന്റെ ആരംഭ ശൂരത്വം എന്തായിരുന്നാലും അത് പ്രകടമാക്കണം. പിന്നെ സംഘാടകരെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാ പന്തല് കിട്ടിയത് മുതലായല്ലോ എന്ന് തോന്നണമെങ്കിൽ മഴ ലേശം പെയ്യുകയും വേണം. ഏതായിരുന്നാലും
മഴ പെയ്ത് അന്തരീക്ഷം നല്ല തണുത്ത ഒരവസ്ഥയിലായതുകൊണ്ട് അധികം നീണ്ട് വിഷയം അവതരിപ്പിച്ചാൽ പറയുന്ന വിഷയം പെട്ടെന്ന് നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് എന്ന് സമ്മതിക്കുന്നത് എനിക്ക് ബോധ്യപ്പെടും എന്നുള്ളതുകൊണ്ട് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കാം. സത്യമായി മനസ്സിലാക്കി പറയാൻ, കേൾക്കാൻ, സത്യമാണെന്ന് ബോധ്യപ്പെട്ട കാര്യങ്ങൾ പ്രാവർത്തികമാക്കി ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാവട്ടെ. വിശുദ്ധ ഇസ്ലാമിനെ മതമായി അംഗീകരിക്കുന്ന ആളുകളാണ് മുസ്ലിങ്ങൾ മുഴുവൻ. റളിനാ ബില്ലാഹി റബ്ബൻ ബിൽ ഇസ്ലാമി ദീനൻ ബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യൻ വ റസൂല. ചിലരെങ്കിലും അത് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും പ്രഖ്യാപിക്കാത്ത ആളുകളും ഇസ്ലാമിനെ മതമായി തൃപ്തിപ്പെടുന്നു എന്ന് ബോധ്യപ്പെടുത്തുന്നവരും. ആ വിശുദ്ധ ഇസ്ലാം അതിന്റെ ഉത്ഭവം മുതലുള്ള ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ ഓരോ കാലഘട്ടത്തിലും ആ മത പ്രബോധനത്തിന് വേണ്ടിയും പ്രവർത്തനത്തിന് വേണ്ടിയും അല്ലാഹു ജല്ല ജലാൽ നിശ്ചയിച്ച ആളുകളെ പറഞ്ഞയച്ചുകൊണ്ടിരിക്കും. ആ കൂട്ടത്തിൽ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹുകൾ, ഉലമാക്കൾ, പല വിഭാഗവും ആ കൂട്ടത്തിലുണ്ട്. മൊത്തത്തിൽ 1.25 ലക്ഷം വരുന്ന അമ്പിയാ മുർസലുകൾ അടക്കം കഴിഞ്ഞ കാലഘട്ടത്തിലെ മതപ്രബോധകരെയും പ്രവർത്തകരെയും നേതൃത്വത്തെയും പരിശോധിച്ചു നോക്കിയാൽ മൊത്തം നമുക്ക് ബോധ്യമാകുന്ന ഒരു കാര്യമാണ്. മുൻകാലങ്ങളിൽ കഴിഞ്ഞുപോയ നേതൃത്വത്തെ അല്ലെങ്കിൽ ആത്മീയ ആളുകളെ പിന്നീട് വരുന്ന ആളുകൾ അംഗീകരിക്കുകയും ആദരിക്കുകയും അനുസ്മരിക്കുകയും പരിഗണിക്കുകയും ചെയ്ത ചരിത്രമാണ് ഉള്ളത്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ശേഷം വന്ന ശീശു നബിയാവട്ടെ, നൂഹ് നബിയാകട്ടെ, മൂസ നബിയാകട്ടെ, ഈസ നബിയാകട്ടെ അലൈഹി സ്വലാത്തു വസ്സലാം, ഇവര് മുഴുവനും തങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരാകുന്ന മഹത്തുക്കളാകുന്ന ആളുകളെ ആദരിച്ചവരും ബഹുമാനിച്ചവരും അനുസ്മരിച്ചവരുമാണ്. എന്നു മാത്രമല്ല, പലപ്പോഴും അത് പ്രഖ്യാപിക്കുകൂടി ചെയ്തവരാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മരണം ആസന്നമായ സമയത്ത് തന്റെ പ്രിയപ്പെട്ട മക്കളെ മുഴുവനും വിളിച്ചു ചേർത്തുകൊണ്ട് മക്കളുമായി നടത്തിയ ഒരു അഭിമുഖ സംഭാഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. വഇദ് ഹളറ യാക്കൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മരണം ആസന്നമായ സമയം തന്റെ മക്കളെ മുഴുവനും അടുത്തു വിളിച്ച് ഒരു പ്രബോധകൻ ചെയ്യേണ്ട കടമ, ആത്മീയ ബോധമുള്ള ഒരു പിതാവ് മക്കളോട് ചെയ്യേണ്ട കടമ, പടച്ചതമ്പുരാനെ മക്കളെ വിഷയത്തിലും അനുയായികളുടെ വിഷയത്തിലും ചോദ്യം ചെയ്യപ്പെടുമെന്ന് പേടിക്കുന്ന ഒരാൾ, ഒരു സത്യവിശ്വാസി ചെയ്യേണ്ട കടമ മരണം ആസന്നമാകുന്ന സമയത്ത് ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യലല്ല, സമ്പത്ത് ഓഹരി വെക്കുന്നതിനെ കുറിച്ചും അതുമല്ലെങ്കിൽ ഗൾഫിലുള്ള മകനെ കുറിച്ചും അതുപോലെയുള്ള ചർച്ചകളല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്റെ പരലോകം സുരക്ഷിതമാക്കുന്നതോടൊപ്പം എന്റെ മക്കളും കൂടെ ഞാൻ പോകുന്ന സങ്കേതമാകുന്ന സ്വർഗത്തിലേക്ക് വരണമെന്ന ആ നല്ല ബോധത്തോടുകൂടെ ചോദിക്കേണ്ട ചോദ്യം മാതൃക എന്നോണം അല്ലാഹു തആല എടുത്തു കാണിക്കുകയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മക്കളോട് ചോദിക്കുന്നത്, മാ തഅബുദൂന മിൻ ബഅദി, ഞാൻ പോവുകയാണ്, ഞാൻ മരിക്കുകയാണ്, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ എന്റെ ശേഷം നിങ്ങൾ പിന്നെ ആരാധിക്കുന്ന ആരാധ്യൻ ഏതായിരിക്കും അത് എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചോദിക്കുമ്പോൾ പിതാവിന്റെ അതേ ആദർശത്തിലൂടെ തന്നെ ചരിച്ച ആ മക്കൾ പറഞ്ഞു, ഖുർആൻ ബോധ്യപ്പെടുത്തുന്നു, ഖാലൂ
നഅ്ബുദു ഇലാഹക വഇലാഹ ആബാഇക ഇബ്രാഹീമ വഇസ്മാഈല വഇസ്ഹാഖ ഇലാഹൻ വാഹിദ വനഹ്നു ലഹു മുസ്ലിമൂൻ. പിതാവേ, നിങ്ങളും അതേപോലെ തന്നെ നിങ്ങളെ പൂർവിക പിതാക്കന്മാർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്മായിൽ നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, ഇങ്ങനെ മഹത്തുക്കളായ ഹിദായത്ത് സിദ്ധിച്ച അവിടുത്തെ പൂർവിക പിതാക്കന്മാർ അവരാരാധിച്ചു കാണിച്ചു തന്ന ഇലാഹം വാഹിദ, ഏകനായ പടച്ച തമ്പുരാനെ ഞങ്ങൾ ആരാധിക്കും ഉപ്പാ. ഞാൻ ഈ ആയത്ത് പ്രത്യേകം ഓതാൻ കാരണം, പാരമ്പര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോ, പൗരാണിക പൈതൃകത്തെക്കുറിച്ച് പറയുമ്പോ ഒരു പക്ഷേ ചിലപ്പോ ചില ആളുകളെങ്കിലും പറയാൻ സാധ്യതയുണ്ട്, അങ്ങനെ തന്നെയല്ലേ അബൂജഹലിന്റെ ടീമും പറഞ്ഞത്? ആ വജദ്നാ അലൈഹി ആബാന, ഞങ്ങളുടെ ബാപ്പമാരേക്ക് എത്തിച്ച ആ മാർഗം എന്നല്ലേ അവരും പറഞ്ഞത് എന്ന് ചോദിച്ച് സ്വാഭാവികമായും പാരമ്പര്യം പറയുന്ന സമയത്ത് പാരമ്പര്യത്തിനെ നിരുത്സാഹപ്പെടുത്തി സംസാരിക്കാകും. സത്യത്തിൽ ഹിദായത്ത് സിദ്ധിച്ച സച്ചരിതരായ സന്മാർഗികളായ ആളുകളുടെ പാരമ്പര്യമാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇതേ അർത്ഥത്തിലാണ് കേരളീയ മുസൽമാന്മാരാകുന്ന നമ്മളും നമ്മുടെ വാപ്പാപ്പമാരുടെ മാർഗ്ഗം എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ ഉസ്താദമാരുടെ പാരമ്പര്യം എന്ന് പറഞ്ഞ് നമ്മളൊക്കെ സൂചിപ്പിക്കുന്നത്. പക്ഷേ രോഗം സുഖപ്പെടാനും മരുന്ന്, ആത്മഹത്യക്കും മരുന്ന് എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു പാരമ്പര്യം എന്ന പ്രയോഗം രണ്ടിനും നടത്തുമെങ്കിലും ഇവിടെ സൂചിപ്പിക്കുന്നത് ഇലാഹം വാഹിദ, ഏകനായ പടച്ച തമ്പുരാൻ ആരാധിക്കുന്ന ഒരു നല്ല പാരമ്പര്യം പിതാവേ അവിടത്തേക്കുണ്ട്. ആ പാരമ്പര്യത്തെ ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങൾ ജീവിക്കും എന്നാണ്. അപ്പോൾ അന്ന് വരെ കഴിഞ്ഞുപോയ മുഴുവൻ മഹത്തുക്കളെയും അംഗീകരിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടുമാണ് യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ പിതാവിന് മറുപടി കൊടുക്കുന്നത്. കാലങ്ങൾക്ക് ശേഷം വന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി കരീം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല അത്യത്ഭുതകരമായി കൊടുത്ത മോചിതത്തുകളുടെ കൂട്ടത്തിൽ ആധുനിക ശാസ്ത്രത്തിന്റെ മുമ്പിൽ പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്ന ഒന്നാണ് ഇസ്രാ മിഅ്റാജിന്റെ അത്ഭുതകരമായ യാത്ര. 500 കോടി ഡോളറിന്റെ മുടക്കില്ലാതെ, 2 ലക്ഷം തൊഴിലാളികളുടെ അധ്വാനമില്ലാതെ, അതുപോലെ തന്നെ ഒരുപാട് ഒരുക്കങ്ങളില്ലാതെ